ഹണി റോസ് കഴിഞ്ഞാൽ ഏറ്റവുമധികം ഉദ്ഘാടന വേദികളിലെ നിറസാന്നിധ്യമാണ് നടി മാളവിക മേനോൻ. 2 ദിവസം മുമ്പാണ് നീലക്കുയിൽ എന്ന ഓൺലൈൻ വീഡിയോ പ്രവർത്തകരെ വിമർശിച്ച് മാളവിക ഒരു വീഡിയോ പങ്കുവച്ചത്. ദേ ഈ ചേട്ടന്മാരാണ് ആകാശത്തു നിന്നും ഷൂട്ട് ചെയ്യുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരുടെ വീഡിയോയാണ് നടി പോസ്റ്റ് ചെയ്തത്. പ്രമുഖ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ തന്നെ കൊടുക്കുകയും ചെയ്തു. എന്നാലിപ്പോൾ പണി പാളിയെന്നു കണ്ട് വിമർശനം മയപ്പെടുത്തിയിരിക്കുകയാണ് താരം. എല്ലാവരും പാവങ്ങളാണെന്നും അവർ അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്നുമാണ് മാളവിക പുതിയ കുറിപ്പിട്ടത്. ഇവരെക്കൊണ്ട് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിട്ടുണ്ട്. തമാശയ്ക്കാണ് നീലക്കുയിൽ ചാനലിൻ്റെ പ്രവർത്തകരുടെ വീഡിയോ എടുത്തതെന്നും മാളവിക വിശദീകരിച്ചു. മാത്രമല്ല, കമൻ്റിടുന്നവർക്കെതിരെയാണ് ഇപ്പോൾ നടി കുറ്റം കണ്ടെത്തുന്നത്. ഒരു പണിയും ഇല്ലാത്തവരാണ് കമൻ്റിടുന്നതെന്നാണ് പുതിയ ആരോപണം. ഇതോടെ നടിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നതും. പൊക്കിപ്പിടിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എന്തു വസ്ത്രം ധരിച്ചാലും ക്യാമറ പൊക്കിപ്പിടിക്കാതെ തന്നെ കാണേണ്ടത് കാണാമെന്നാണ് സെലി സ്പോർട്ട് മീഡിയ കമൻ്റിട്ടത്. ട്രെൻഡിംഗ് വേഷമണിഞ്ഞെത്തുന്ന നടിമാരെ ഓൺലൈൻ മീഡിയക്കാർ മോശമായി ചിത്രീകരിക്കുന്നുവെന്നാണ് പൊതുവിൽ ഉയരുന്ന വിമർശനം. ഹണി റോസ് ബോച്ചെ വിഷയത്തിനു പിന്നാലെയാണ് ഓൺലൈൻ മീഡിയക്കാർക്കെതിരെ വിമർശനം കടുത്തത്. നടി എസ്തർ അനിലും അനശ്വര രാജനുമാണ് അടുത്തിടെ പരസ്യമായി വിമർശനം ഉന്നയിച്ചത്. ആ ട്രെൻഡ് പിടിച്ചാണ് ഒരു പടി കൂടി കടന്ന് മാളവിക വീഡിയോ പകർത്തുന്നവരെ ഷൂട്ട് ചെയ്ത് പോസ്റ്റിട്ടത്. എന്നാൽ ഉദ്ഘാടന വേദികളിൽ ഗ്ലാമർ വേഷമണിഞ്ഞെത്തുന്ന നടിമാരുടെ വീഡിയോകൾ വൈറലാകുന്നത് കൊണ്ടാണ് കടമുതലാളിമാർ നടിമാരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ ഉപകാരം ചെയ്യുന്നത് ഓൺലൈൻ മീഡിയക്കാരെന്നതാണ് സത്യം. സിനിമയിലെ അവസരങ്ങൾ കുറഞ്ഞാലും ലൈംലൈറ്റിൽ നിൽക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ വീഡിയോകളാണ് നടിമാരെ സഹായിക്കുന്നത്. വീഡിയോകൾ വൈറലാകണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പലരും ട്രെൻഡിംഗ് വേഷങ്ങൾ അണിഞ്ഞ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.